രാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വ്യാഴമാറ്റത്തെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ വീഡിയോസ് കണ്ടിട്ട് ഒരമ്മ നമ്മളോട് ചോദിച്ചു, രാവിലെ നമ്മൾ ഏതൊക്കെ മന്ത്രങ്ങളൊക്കെ ജപിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയുന്നത് സന്തോഷം, വളരെ സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ ഒരുപാട് മുഷിപ്പിക്കുന്നില്ല. എല്ലാ ദിവസം പറയുന്നത് കുറേ മുഷിപ്പിക്കില്ല. അപ്പോൾ എല്ലാ ദിവസം പറഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടട്ടെ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉപകാരപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് പറയണത്, അല്ലെങ്കിൽ ഒരു ഉപാസകനോ ഒരു ശാന്തിക്കാരനോ അല്ലെങ്കിൽ ഒരു ഇതിനൊന്നുമല്ല നമ്മൾ പറയണത്. സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു അമ്മ ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ നാമങ്ങൾ നമ്മൾ ജപിക്കണം എന്നതിനെക്കുറിച്ചാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യണത്. അമ്മ എന്ന് വിളിക്കാൻ കാരണം എന്നേക്കും പ്രായമുണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ വോയിസ് ഞാൻ വിളിച്ച് സംസാരിച്ചു അമ്മേനെ. അപ്പോൾ അമ്മ എന്നേക്കും പ്രായമുണ്ട്. എൻ്റെ അമ്മേനേക്കും പ്രായമുണ്ട് അമ്മയ്ക്ക്. ഓക്കെ. അപ്പോൾ എനിക്ക് അമ്മ തന്നെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു. അമ്മ വിളിച്ചു, ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞു, സന്തോഷം. അപ്പോൾ അമ്മ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് ഉപകാരപ്പെട്ടിട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് ചെയ്യണത്. ഏതൊക്കെ മന്ത്രങ്ങൾ ജപിക്കുക എന്നാണ് പറയുക. അപ്പോൾ ആദ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ ഭൂമിദേവിനെ തൊട്ട് വന്ദിച്ചു. അതിന് മുമ്പ് നമ്മൾ കയ്യിൽ നോക്കി ഗ്രഹവസ്തുദേവി ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞുള്ള മന്ത്രമൊക്കെ ജപിച്ചു. ഓക്കെ. അത് കഴിഞ്ഞ് ഭൂമിനെ തൊട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നതിന് ശേഷം ഭൂമിയിൽ നിലത്ത് മുട്ടിയിരിക്കാതെ ഒരു പായോ അല്ലെങ്കിൽ ഒരു ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പലകയോ ഇട്ടിരുന്നിട്ട് ജപിക്കുക. ഞാൻ പറയുന്നത് ആദ്യം നമ്മുടെ ജീവിച്ചിരിക്കണമുണ്ടോ അല്ലെങ്കിൽ മരിച്ചു പോയതിട്ടുള്ള നമ്മുടെ അച്ഛനെയും അമ്മേനെയും ആദ്യം പ്രാർത്ഥിക്കുക. ഓക്കെ. നമ്മുടെ അച്ഛനെയും അമ്മേനെയും മനസ്സിൽ കാണുക. അവരോട് എന്നെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചതിന്, അല്ലെങ്കിൽ അവർ കാരണമാണ് നമുക്കിവിടെ ഒരു ജീവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു അവസരം അവരാണ് ഉണ്ടാക്കി തന്നത്. അവരെ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാം. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും പോയില്ലേ നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ കാരണവന്മാരെ അനുഗ്രഹിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛനമ്മേനെയും ഗുരുക്കാരണന്മാരെ, വീട്ടിലുള്ള കാരണന്മാരെയൊക്കെ പ്രാർത്ഥിക്കാം. നമുക്കറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള കാരണന്മാരൊക്കെ ശരിക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ അവരുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് ഗുരുവാണ്. എല്ലാത്തിൻ്റെ അധിപൻ ഗുരുവാണ്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. നമുക്ക് ഈ ഒരു അറിവ് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കൊച്ചാണെങ്കിൽ പോലും അവൻ നമ്മുടെ ഗുരുനാഥനാണ്. അപ്പോൾ ആ ഗുരുവിന് ഭരിക്കുക. ഒന്നെങ്കിൽ നമുക്ക് ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓക്കെ. ആ മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമ അസ്മാദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരം എന്ന മന്ത്രമൊക്കെ ജപിക്കാം. ഓം ഗുരുഭ്യോ നമ എന്ന മന്ത്രം ജപിക്കാം. ഗുരുവിനെ പ്രാർത്ഥിച്ചു. ഇനി നമ്മുടെ പരദേവത, കുടുംബദേവത, ഇഷ്ടദേവത എന്നീ പ്രാർത്ഥന. നമുക്ക് പരദേവതയായിട്ട് ചിലപ്പോൾ ഭദ്രകാളി ആയിരിക്കാം. ആ ഭദ്രകാളിനെ നമ്മൾ കുടുംബക്ഷേത്രത്തിലിരിക്കുന്ന ആ പരദേവത ഇങ്ങനെ ഭദ്രകാളിനെ ധ്യാനിക്കാം. ഭദ്രകാളിയുടെ കാളി മഹാകാളി ഭദ്രകാളി നമോസുദേ കുലം ച കുലധർമ്മം ച മാം ച പാലയം. ഇനിയിപ്പോൾ കൃഷ്ണനാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണുഭവൈഹം സർവലോകൈകനാഥം എന്ന് ജപിക്കാം. ഇനി ശിവനാണെങ്കിൽ ഓം ത്രയംബകമജാമഹേ സുഗന്ധിം പുഷ്ടീവർദ്ധനം ഉർവാരുകവന്നാഥ മൃത്യുർമുക്ഷിയാമൃതം നമശിവായ. അല്ലെങ്കിൽ ഓം നമശിവായ എന്ന് പഞ്ചാക്ഷരം, നമശിവായ എന്ന് പറഞ്ഞ പഞ്ചാക്ഷരം നമ്മുടെ കുടുംബക്ഷേത്ര ദേവത ആരാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ശൈവ വൈഷ്ണവ ശാക്തീയ രീതിയിൽ നമ്മൾ ഭഗവാൻ ആരാധിക്കാം. പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മിം സദാശിവം എന്ന മന്ത്രം ജപിക്കാം. ഭഗവാനെ ജപിക്കാം. നമശിവായ ജപിക്കാം. അതുപോലെ നാരായണനെ ജപിക്കാം. നാരായണൻ്റെ അവതാരങ്ങളെ ജപിക്കാം. ദ്വാദശ മന്ത്രങ്ങളൊക്കെ ജപിക്കാം. ഇഷ്ടസൂക്തങ്ങൾ ജപിക്കാം. അല്ലെങ്കിൽ നമുക്ക് സഹസ്രനാമങ്ങൾ വായിക്കാം ദേവതകളുടെ. അത് കഴിഞ്ഞ് ദേവിയുടെ ഓം സർവമംഗളമംഗല്യം ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമോസ്തുതേ. ഇതൊക്കെ ജപിക്കാം. നമുക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ദേവിയുടെ ഭദ്രകാളിയുടെ അമ്മയുടെ ധ്യാനം ജപിക്കാം. കാളീം ഏകസമപ്രഭാം ത്രിണം വേദാളകണ്ഠസ്ഥം ഗഡ്ഗം കേടകപാലധാരികശ്വരം കൃദ്വാങ്കരാഗൃഷുജം ഭൂതപ്രേതവിശാസമാതൃസഹിതം മുണ്ടസ്രജാലം കൃതം വന്ദേ ദുഷമസൂര്യാദുതം സംഹാരിണീം ഈശ്വരി
ഇതും അറിയില്ലെങ്കിൽ നമുക്ക് അമ്മേ നാരായണം, ദേവി നാരായണം, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണം, അമ്മ താനാശ്രയം, ദേവി താനാശ്രയം, അമ്മയല്ലാതെ മറ്റാരുമില്ല ആശ്രയം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രം ജപിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ജപവേളയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ജപിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രം സുഖം ലഭിക്കും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്താം സുഖിനോ ഭവന്തു, ലോകാ സമസ്താം സുഖിനോ ഭവന്തു. ലോകത്തുള്ള എല്ലാവർക്കും സുഖം പ്രാപിക്കട്ടെ. ലോകത്ത്, അതായത് നമ്മൾ ഭൂമിയിലും മറ്റുള്ള ഇവിടെയൊക്കെ ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും സുഖം ഉണ്ടാവട്ടെ. അതാണ് ലോകാ സമസ്ത. എത്ര ലോകമുണ്ടാകത്തോ ഒന്നുകൾക്കുള്ള ജീവജാലങ്ങളൊക്കെ സുഖമായിരിക്കട്ടെ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് അപ്പോഴും നമ്മൾ നമ്മുടെ ഗുരുകാരണന്മാരും അതുപോലെ തന്നെ ഗണപതിനെയൊക്കെ ധ്യാനിക്കട്ടോ. ഗണപതിയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കാം. ഗണപതി രണ്ടാമത് ജപിച്ചെന്ന് വെച്ചാൽ പ്രശ്നമില്ല, ആദ്യം ഗണപതിനെ ജപിച്ചെന്ന് വെച്ചും പ്രശ്നമില്ല. ഓക്കെ, മഹാദേവൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഗണപതിനെ വിട്ടുപോയെന്ന് ആരും ചിന്തിക്കരുത്. ഗണപതിനെ നമുക്ക് ജപിക്കാം. ആദ്യം തന്നെ ഗണപതിനെ ജപിച്ചെന്ന് വെച്ച് പ്രശ്നവുമില്ല. ഗണപതിനെ ജപിച്ചിട്ട് കാരണന്മാരെ ജപിക്കാം, അതും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ആദ്യം പൂജിക്കേണ്ടതും ഗണപതിനെയാണ്. ആദിദേവോ മഹാദേവോ എന്നാണ് ശരിക്കും വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത്. ആദിദേവൻ മഹാദേവനാണ്, ആദ്യ പൂജനീയൻ ഗണപതിയാണ്. ആദ്യം പൂജിക്കേണ്ടത് ഗണപതിനെയാണ്, ആദ്യം നേദ്യം കൊടുക്കേണ്ടത് ഗണപതിനെ. അപ്പോൾ നമുക്ക് രണ്ടും പ്രശ്നമില്ല. ശിവനെ പ്രാർത്ഥിച്ചാലും ഗണപതിനെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ കാരണന്മാർ മസ്റ്റായിട്ട് നമ്മൾ കാരണന്മാരെ വന്ദിക്കണം. ജീവിച്ചിരിക്കണവരാണെങ്കിൽ നമ്മൾ അവരെ ഒന്ന് കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സ്മരിക്കുക, ചെയ്യുക, ആണ്ടുബലി മറ്റുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇടുക. അപ്പോൾ നമ്മളിവിടെ എപ്പോഴും പറയാറുള്ളത്, നിങ്ങളിവിടെ പൂജയ്ക്ക് വരുന്ന അല്ലെങ്കിൽ പൂജ ചെയ്യാനായിട്ട് നിങ്ങളുടെ പരിഹാരങ്ങളൊക്കെ നോക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയണത് നിങ്ങൾ പിതൃപ്രീതി വർത്തണം. നിങ്ങൾ പിതൃബലി മുടക്കിയിട്ടുണ്ടെങ്കിൽ 3 കറുത്തവാവ് എന്തായാലും മസ്റ്റായിട്ട് ബലിയിട്ടതിന് ശേഷം മാത്രമേ നമ്മളുടെ പ്രശ്നം നോക്കുകയുള്ളൂ. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ദേശദേവത, കുടുംബദേവത, അത് കഴിഞ്ഞ് ദേശദേവതയുടെ അനുഗ്രഹം ഉണ്ടാവണം. ഈ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ പ്രശ്നം നോക്കുകയുള്ളൂ. പ്രശ്നം നോക്കിയതിന് പരിഹാരം എടുക്കുകയുള്ളൂ. എന്നാലാണ് നമുക്ക് ഗുണം കിട്ടുള്ളൂ, കറക്റ്റായിട്ട് നമ്മുടെ രാശി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ പിതൃകാരണന്മാർക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ബലിയിടാം. മുടക്കിയിട്ടുണ്ടെങ്കിൽ 3 കർത്താവ് നിങ്ങൾ മസ്റ്റായിട്ട് ബലിയിടാം. അതുപോലെ തന്നെ കുടുംബക്ഷേത്രം കണ്ടുപിടിച്ച് കുടുംബക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുകയും അതുപോലെ തന്നെ ഗ്രാമദേവതനെ വന്ദിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജപവും കാര്യങ്ങളും കറക്റ്റായിട്ട് എല്ലാ ദിവസവും ജപിച്ച് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും എന്ത് വഴിപാടെടുത്താലും നിങ്ങൾക്ക് അതിനോട് പൂർണ്ണ ഗുണമുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നന്ദി. ഓം നമഃ ശിവായ, നമോ നാരായണായ.